സൈഡ് എഫക്റ്റ് അത് ഡിപ്പെൻസ് അപ്പോൺ ദ പേഷ്യൻ്റ് ആവും. പേഷ്യൻറ്റിന് ചില ആളുകൾക്ക് ഉദാഹരണത്തിന് നമ്മൾ മഞ്ഞൾ പറയില്ലേ, മഞ്ഞൾ നെല്ലിക്കൊക്കെ എല്ലാവരും പറയുന്നത് ആൻറ്റി അലർജിക്കിനാണ്, ആൻറ്റി ഹിസ്റ്റമിനാണ് എല്ലാം പറയും. പക്ഷേ ചില ആളുകൾക്ക് മഞ്ഞൾ കഴിച്ചാൽ നെല്ലിക്ക കഴിച്ചാൽ അലർജിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ പ്രകൃതിക്കനുസരിച്ചിട്ടാണ് എഫക്റ്റും സൈഡ് എഫക്റ്റും. തീർച്ചയായിട്ടും ചില മരുന്നുകൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഉദാഹരണത്തിന് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഗുൽഗുലു എന്ന് പറഞ്ഞ ഒരു റെസിൻ ഉണ്ട്, ഒരു കറയാണ്. ചില ആൾക്കാർക്ക് ഗുൽഗുലു കഴിച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വ്യക്തമായിട്ടൊരു ചികിത്സകൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അത് മാറ്റുകയും ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ചേര് എന്ന് പറയും. ഈ ചേര് പൊള്ളിക്കഴിഞ്ഞാൽ ശരീരം ആകെ പൊള്ളും. പക്ഷേ ചേരിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടാവും, അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പം ചേര് പൊള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം ആൻറ്റിഡോട്ട് പറയുന്നത് താണിക്കയാണ്. വേറെ ഒരു മരുന്ന് കൊടുത്താലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഈ താണിക്കൻ്റെ അടിയിൽ പോയിരുന്ന് ആ താണിക്കനെ സെർവ് ചെയ്യാനാണ് ശാസ്ത്രം പറയുന്നത്. താണിക്കൻ്റെ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ ആ ചേരിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഏറ്റവും നല്ല ബ്ലീഡിങ് പൈൽസിനൊക്കെ ഏറ്റവും നല്ല ചികിത്സയായിട്ട് പറയുന്നത് ചേരാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അപ്പം ഒരു ചികിത്സകനുണ്ടെങ്കിൽ വ്യക്തമായി രോഗിനെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരിക്കലും ആയുർവേദത്തിൽ രോഗിനെ അസസ് ചെയ്യാതെ കൊടുക്കില്ല. പ്രകൃതി അസസ് ചെയ്തതിന് ശേഷം, ദോഷം അസസ് ചെയ്തതിന് ശേഷം മാത്രമേ മരുന്ന് കൊടുക്കൂ.